ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കുറേ പുകഴ്ത്തി പറയുക, അവർക്ക് നല്ല കിരീടം വെപ്പിച്ച് അവരെ അങ്ങ് തള്ളിക്കൊണ്ട് കിടക്കുക, ബാക്കി കുറേ ആളുകൾ അപമാനിച്ച് അവഹേളിക്കുക. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വഹീനമായ നടപടിയാണ്. അതൊന്നും യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ കാണുന്നതേയില്ല. അതുകൊണ്ടൊന്നും കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ആർക്കും കാര്യമായി പിടിച്ചു നിൽക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. ഇവിടെ ഒളിപ്പോര് നടത്തുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. അവനവന് യുദ്ധം ജയിക്കാൻ പറ്റാതെ വരുമ്പോൾ ഒളിപ്പോര് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു കണ്ടകശ്ശേരിയുടെ പേര് പറഞ്ഞ് സൈബർ ആക്രമണം എന്നുള്ള പേരിൽ അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി നടക്കുകയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒത്തിരി പേരുടെ നിക് നെയിംസൊക്കെ പുറത്ത് വരുന്നുണ്ടല്ലോ. എന്താ ഷാജിയോ കുറേ പേരുണ്ട്. അങ്ങനെ അവരൊന്നും ഈ ഷാജിയൊന്നും ഇതറിഞ്ഞിട്ടില്ലല്ലോ. അയാളുടെ പേരിട്ടുകൊണ്ട് ഓരോരുത്തർ ഫൈറ്റ് നടത്തുകയാണ്. സ്വന്തം ലക്ഷ്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ്. എനിക്ക് ഈ സൈബർ ആക്രമണത്തെക്കുറിച്ച് വളരെ ശക്തമായ അഭിപ്രായമുള്ള ആളാണ്. കാരണം സ്വന്തം വ്യക്തിത്വം തുറന്നു കാണിക്കാൻ കഴിയാത്തതാണ്. സ്വന്തം വ്യക്തിത്വം സ്ഥാപിച്ചെടുത്ത് മുന്നോട്ട് പോകുന്നതിന് കാര്യമായ കഴിവില്ലാത്ത ആളുകൾ രാഷ്ട്രീയമായി ശത്രുത പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി ഇതിനെയൊക്കെ ഒരു ആയുധമാക്കുകയാണ്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാവിക്ക് ഗുണകരമേ അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. മറ്റ് കക്ഷികളിലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ആധുനിക പ്രവണതയായിട്ട് അത് വരികയാണ്. ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കുറേ പുകഴ്ത്തി പറയുക, അവർക്ക് നല്ല കിരീടം വെപ്പിച്ച് അവരെ അങ്ങ് തള്ളിക്കൊണ്ട് കിടക്കുക, ബാക്കി കുറേ ആളുകൾ അപമാനിച്ച് അവഹേളിക്കുക. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വഹീനമായ നടപടിയാണ്. അതൊന്നും യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ കാണുന്നതേയില്ല. അതുകൊണ്ടൊന്നും കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ആർക്കും കാര്യമായി പിടിച്ചു നിൽക്കാൻ പറ്റും എന്നെനിക്ക് തോന്നലുമില്ല. രാഹുൽ വിഷയം അച്ചടക്ക സമിതി ചെയർമാൻ എന്നതിലേക്ക് താങ്കളുടെ മുമ്പിൽ വന്നു. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ. ആ സ്റ്റേജൊക്കെ പോയല്ലോ. ആ സ്റ്റേജ് പോയി, അതിനകത്ത് 2 സ്റ്റെപ്പ് മുന്നോട്ട് പോയി. അതിൻ്റെ ഫൈനൽ സ്റ്റേജാണ് ഇപ്പോൾ എന്നോട് ചോദിച്ചത്. ആ ഫൈനൽ സ്റ്റേജിലുള്ള എൻ്റെ അഭിപ്രായം പറയുകയും ചെയ്തു. ഇല്ല, ഇത് അച്ചടക്കമല്ലല്ലോ. ഇത് തനി അച്ചടക്കത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് അതിൻ്റേതായ രൂപത്തിൽ അതിന് പരിഹാരം ഉണ്ടാകട്ടെ എന്നുള്ള ശാന്തമായ നിലപാടാണ് എനിക്ക്.